ബിഗ് ബോസ് ഇന്നൊരു ടാസ്ക് കൊടുത്തു. ടാസ്ക് എന്ന് പറയുന്നത് പുതിയതായിട്ട് വന്ന 5 പേർക്കും കൂടെ കൊടുത്തൊരു ടാസ്ക്കാണ്. പണിപ്പുരയിൽ കയറാനുള്ള ടാസ്ക്. അപ്പോൾ കയറുന്ന സമയത്ത് ഇവരുടെ പാക്കറ്റുകൾ വെച്ചിട്ടുണ്ടാവുമല്ലോ, സാധനങ്ങൾ വെച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിന്റെ പുറത്ത് ചെറുത്, വലുത്, മീഡിയം സൈസിലുള്ള ബോംബുകളുടെ പടം കാണും. ഏറ്റവും കൂടുതൽ ബോംബുകൾ ഏതാണോ അതനുസരിച്ച് വീട്ടിലുള്ളവർക്ക് പണി കിട്ടുമെന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് പണി കിട്ടും ഇവരെടുക്കുന്ന തുണികളിലെ ബോംബുകളുടെ പടം അനുസരിച്ച്. സോ അതാണ് ടാസ്ക്. ആ ടാസ്ക് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അകത്ത് കയറിയിട്ട് അവിടെ ബോംബിന്റെ കുറേ രൂപങ്ങൾ കെട്ടിത്തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. ഇതിനെയും കൂടെ ഇവർ പൊട്ടിച്ചുകൊണ്ട് വന്നു. അത് ബിഗ് ബോസിന്റെ പ്രോപ്പർട്ടിയാണ്, അതും വേണം എന്ന് കരുതി പൊട്ടിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ ബിഗ് ബോസ് വിളിച്ചത് പറഞ്ഞപ്പോൾ വൈൽഡ് കാർഡുകൾക്ക് ഇതുപോലും അറിഞ്ഞൂടെ, ഒരു ടാസ്ക് ചെയ്യാൻ പോലും അറിഞ്ഞൂടെ എന്നോ അങ്ങനെ എങ്ങാണ്ട് ഒരു ഡയലോഗ് നമ്മുടെ ആര്യം പറഞ്ഞു. ഈ ടാസ്കിന് ശേഷം പണി ബിഗ് ബോസ് പിന്നെ തരാമെന്ന് പറഞ്ഞത് വിട്ടു, ലിവിങ് ഏരിയയിൽ നിന്ന് വിട്ടു. ടാസ്കിന് ശേഷം ആര്യനും അതുപോലെ പ്രവീണും തമ്മിൽ വലിയ വഴക്ക് കിടക്കുന്നുണ്ട്. അതിനകത്ത് ഈ വൈൽഡ് കാർഡുകളെ മൊത്തത്തിൽ കളിയാക്കാൻ നിനക്ക് എന്ത് യോഗ്യത ഉണ്ടടാ എന്ന് ചോദിച്ചും കൊണ്ടാണ് പ്രവീണ് ആര്യൻ്റെ അടുത്ത് തട്ടിക്കയറുന്നത്. നീ ഇവിടെ എന്ത് കണ്ടന്റ് ആണടാ കൊടുത്തിട്ടുള്ളത്? ഇത്രയും ദിവസം ആ പുതപ്പിൻ്റെ അടിയിൽ പോയി കിടക്കുന്നതല്ല, നീ എന്തെങ്കിലും കണ്ടന്റ് ചെയ്തിട്ടുണ്ടടാ? നിന്റെ പുതപ്പിൻ്റെ ഇടയിൽ കിടന്നുള്ള പരിപാടികളൊക്കെ ഞങ്ങൾ കാണുന്നുണ്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ തവണ പ്രൊവോക്ക് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. ഈ പുതപ്പിൻ്റെ അടിയിൽ എന്താണ് എന്നുള്ളതാണ് പ്രധാനമായിട്ടും അവിടെ സംസാരമായത്. അപ്പോൾ ഇതിനിടയിൽ ആര്യൻ അങ്ങോട്ട് ചോദിച്ചു, നീ എന്നെയും ജിസേലിനെയുമാണോ പറയുന്നത്? അങ്ങനെ ആ വിഷയം കുറച്ചും കൂടെ അവിടെ എക്സ്പോസ്ഡ് ആവുകയും ചർച്ചയാവുകയും ചെയ്തു. ഇതിൻ്റെ ഇടയിൽ മസ്താനിയും വന്നിട്ട് ഈ കാര്യം എടുത്തിടുന്നുണ്ട്, പുതപ്പിനടിയിലെ കാര്യം. അങ്ങനെ റെന ഫാത്തിമ പുള്ളിക്കാരിയും കൂടെ ഉദ്ദേശിച്ചാണെന്ന് പറഞ്ഞിട്ട് ആള് കരയുന്നുണ്ട്. അങ്ങനെ ലൈവിൽ ഒടുക്കത്തെ അടി നടക്കുകയാണ്. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.